സെർജിയോ റാമോസ്, തിയാഗോ സിൽവ, എൻ്റെ പൊന്നടാവെ ഈ ക്ലബ് വേൾഡ് കപ്പിൻ്റെ 40ന്റെ വണ്ടേഴ്സ് ആണെന്ന് തന്നെ പറയണം കേട്ടോ. യെസ്, അപ്പോൾ സ്പോർട്സ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് കണ്ടതിലേക്ക് പോവാണ്. യെസ്, ഈ ക്ലബ് വേൾഡ് കപ്പിന് ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് ഇതുപോലെ 40 വണ്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് കേട്ടോ. യെസ്, നേഷൻസ് ലീഗ് കഴിഞ്ഞ സമയത്ത് നമ്മളെല്ലാവരും വാഴ്ത്തി പാടിയതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ 40 വയസ്സിലും തളരാത്ത കാലുകളുമായിട്ട് ഇപ്പോഴും പെർഫോം ചെയ്യുന്നതിനെ കുറിച്ച് അല്ലേ. അതുപോലെ തന്നെ വാഴ്ത്തുപാട്ടുകൾ കേൾക്കേണ്ട 2 താരങ്ങൾ തന്നെയാണ് തിയാഗോ സിൽവയും അതുപോലെ തന്നെ സെർജിയോ റാമോസ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മറ്റേ തമിഴിലെ ഡയലോഗ് പറയുന്ന പോലെ തന്നെ ഇത്രയും വയസ്സായിട്ടും നിന്റെ അഴകും നിന്റെ സ്റ്റൈലും ഇവരെ 2 പേരെയും വിട്ടു പോയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അത്ഭുതം കേട്ടോ. റാമോസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പണ്ട് ഗോൾ അടിച്ചിരുന്നോ അതേ സ്റ്റൈലിൽ ഇപ്പോഴും ഗോൾ അടിച്ചു. ഇനി തിയാഗോ സിൽവയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്രയും യങ്സ്റ്റേഴ്സിൻ്റെ ഒപ്പം ആ ഡിഫെൻസീവ് പെർഫോമൻസ് എന്ന് പറയുന്നത് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്നുള്ളതാണ്. സോ 40ാം വയസ്സിലേക്ക് കടക്കാൻ പോകുന്ന റാമോസും 41ാം വയസ്സിലേക്ക് കടക്കാൻ പോകുന്ന തിയാഗോ സിൽവയെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ആൻഡ് എങ്ങനെയുണ്ട് ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് എന്നും കൂടെ കമൻറ്റ് കറോ.